CPIM തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കുള്ള BJP മാർച്ചിനിടെ ജില്ലാ അധ്യക്ഷൻ ജസ്റ്റിൻ ജേക്കബിന്റെ തലക്കടിച്ച സംഭവം പോലീസ് ഉദ്യോഗസ്ഥരെതിരെ പരാതി നൽകി BJP. വിവരങ്ങളുമായി അനീഷ് ആന്റണി തന്നെ ചെയ്യുന്നുണ്ട്. അനീഷ്, വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ്? കഴിഞ്ഞ ദിവസമാണ് ഈ വോട്ടർ പട്ടിക വിവാദത്തിലും അതുപോലെ തന്നെ കന്യാസ്ത്രീകൾക്ക് നേരെയുള്ള അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും സുരേഷ് ഗോപി മൗനം ഭജിക്കുന്നു, പ്രതികരിക്കുന്നില്ല എന്ന വിഷയം ഉന്നയിച്ച് CPMന്റെ നേതൃത്വത്തിൽ തൃശൂർ ചേറൂരിലെ സുരേഷ് ഗോപിയുടെ MP ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഈ മാർച്ചിനിടെ ഒരു പ്രവർത്തകൻ MP ഓഫീസിന്റെ ബോർഡിൽ കയ്യോയിൽ ഒഴിച്ച് പ്രതിഷേധിക്കുന്ന ഒരു ഘട്ടമുണ്ടായി. ഇതിൽ പ്രതിഷേധിച്ചാണ് അന്ന് തന്നെ രാത്രി BJP തൃശൂർ സിറ്റി ജില്ലാ അധ്യക്ഷൻ ജസ്റ്റിൻ ജേക്കബിന്റെ നേതൃത്വത്തിൽ BJP തൃശൂർ ജില്ലാ CPMന്റെ തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് രാത്രി ഒരു 8 മണിയോടെ മാർച്ച് നടത്തിയത്. ഈ മാർച്ച് CPM ഓഫീസിന്റെ വഴിയിൽ വെച്ച് പോലീസ് തടഞ്ഞു. പിന്നീട് പോലീസും അതുപോലെ തന്നെ BJP പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ഇതിനിടെയാണ് ഈ ജസ്റ്റിൻ ജേക്കബ്, അതായത് സിറ്റി ജില്ലാ അധ്യക്ഷൻ ജസ്റ്റിൻ ജേക്കബിന്റെ തലയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ലാത്തി കൊണ്ട് തലക്കടിക്കുന്ന ഒരു സംഭവം ഉണ്ടായത്. ആ ലാത്തി കൊണ്ട് തലക്കടിച്ചപ്പോൾ തന്നെ ആ ലാത്തി പൊട്ടിപ്പോകുന്ന ഒരു സാഹചര്യം, ഒടിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായി. ഈ വിഷയത്തിലാണ് ഇപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥനെ കണ്ടെത്തണം, ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ വകുപ്പ് തല നടപടിയെടുക്കണം എന്ന ആവശ്യമൊക്കെ ഉന്നയിച്ച് BJP തൃശൂർ ജില്ലാ കമ്മിറ്റി പരാതി നൽകിയത്. അത് മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. DGPക്കും DIGക്കും തൃശൂർ ജില്ലാ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട്. ഇതിൽ BJP ആരോപിക്കുന്ന ഒരു കാര്യം, ഈ അടിച്ച ഉദ്യോഗസ്ഥൻ മാസ്ക് ഉൾപ്പെടെ ഉപയോഗിച്ച് ഹെൽമറ്റും മാസ്കും ധരിച്ചിരുന്നു. അതാണ് ഇത്തരത്തിൽ ആളെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി മാസ്ക് ധരിച്ച ശേഷം മർദ്ദിക്കുകയായിരുന്നു എന്ന ആരോപണം കൂടി ഉണ്ട്. അതുകൊണ്ട് ഇത് നേരത്തെ കൂട്ടി പദ്ധതിയിട്ട് പ്ലാൻ ചെയ്ത് ഇത്തരത്തിലൊരു മർദ്ദനം ഉണ്ടായതാണെന്നാണ് BJPയുടെ ഉൾപ്പെടെ ഉള്ള വാദം. എന്തായാലും ഈ പോലീസുകാരനെ കണ്ടെത്തി നടപടിയെടുക്കണം. എന്തിനാണ് ഇങ്ങനെ വലിയൊരു പ്രകോപനമോ അല്ലെങ്കിൽ വലിയൊരു സംഘർഷമോ ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ കൂടി പോലീസും ഈ BJP പ്രവർത്തകരും തമ്മിലൊരു ഉന്തും തള്ളും ഒക്കെ നടന്നു. ഈ ഉന്തും തള്ളിന്റെ ഇടയിലാണ് തരത്തിൽ ഒരു അടി ഈ BJP സിറ്റി ജില്ലാ അധ്യക്ഷനായിട്ടുള്ള ജസ്റ്റിൻ ജേക്കബിന്റെ തലയ്ക്ക് ഏറ്റത്. അത് അടിക്കാനുണ്ടായ സാഹചര്യം എന്താണ്? അതിന് മാത്രം തലയ്ക്കടിക്കാൻ മാത്രമുള്ള ഒരു സംഘർഷം അവിടെ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അതിനുശേഷം പക്ഷേ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും ഇരച്ചെത്തിയ പ്രവർത്തകരും BJP പ്രവർത്തകരൊക്കെ തമ്മിൽ കല്ലേറൊക്കെ ഉണ്ടായി. ആ കല്ലേറിൽ ഇരു വിഭാഗത്തിലുള്ള പ്രവർത്തകർക്കൊക്കെ പരിക്കേറ്റിരുന്നു. പക്ഷേ ആ സമയത്തല്ല ഈ അടി ഉണ്ടായത്. അതിനു മുൻപ് നേരിയ ഒരു ഉന്തും തള്ളുമൊക്കെ നടന്ന ഒരു സമയത്താണ് ഈ അടി. അതുകൊണ്ട് തന്നെ എന്തിനാണ് ഇങ്ങനെ അടിച്ചത്? ഇത് നേരത്തെ കൂട്ടി പദ്ധതി ഇട്ട് നടത്തിയ ഒരു അക്രമമാണോ അല്ലെങ്കിൽ ഒരു മർദ്ദനമാണോ? ഈ പോലീസുകാരനെ കണ്ടെത്തണം, ഈ പോലീസുകാരനെതിരെ വകുപ്പ് തല നടപടിയെടുക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടാണ് ഇത്തരത്തിൽ BJP പരാതി നൽകിയിട്ടുള്ളത്. അതിന്